സോ വീട്ടിൽ പോകാൻ പറ്റാത്ത എനിക്ക് വീട് തന്നെ പാർസലാക്കി അയച്ചേക്കാണ്. എന്റെ വീട്ടുകാർ നിങ്ങളിതിന്റെ പാക്കിംഗ് കണ്ടോ, ഭയങ്കര പാടാണ്. ഞാനിത് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പം ഇന്ത്യൻ പോസ്റ്റ് വഴി എന്റെ വീട്ടിൽ നിന്ന് അയച്ച പാർസലാണ്. ആൻഡ് ഞാൻ മുന്നേ ഒരു വീട്ടിൽ നിന്ന് അയച്ച പാർസൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പാർസൽ ഐ എം ഗെറ്റിംഗ് ഫ്രം ഇന്ത്യ. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊറിയർ വന്നതിന് ശേഷമാണ്. ബിക്കോസ് മറ്റ് കൊറിയറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴി സെൻഡ് ചെയ്യുമ്പോൾ പൈസ കുറവാണ്. ആൻഡ് 7 days എനിക്ക് 2 തവണയും, ലാസ്റ്റ് ടൈമും 7 days സാധനം കിട്ടി, ഈ തവണയും 7 days സാധനം കിട്ടി. സോ പക്ഷെ ഇത് പൊട്ടിക്കാൻ ഇച്ചിരി ടാസ്ക് ആണ്. അപ്പൊ ഞാനിത് പൊട്ടിക്കാം. ഓക്കെ, ഐ എം സോ എക്സൈറ്റഡ്. വീട്ടിലോ പോകാൻ പറ്റുന്നില്ല. ഈ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ അയക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. സീരിയസ്ലി എനിക്കിവിടെ ഐ ലവ് ലൈക്ക് കൊറിയ. എനിക്ക് കൊറിയ ഇഷ്ടപ്പെട്ട്, കൊറിയ നിൽക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ ആകെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളെ വീട്, വീട്ടുകാര്, നമ്മളെ ഫുഡ് എല്ലാം നമ്മൾ വളർന്നത് ഈ ഒരു കൾച്ചറിലല്ല. അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് റിയലി ഹാർഡ്. കുറച്ച് മാസം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് മാസം വീട്ടിൽ പോയേ പറ്റൂ നിന്ന് ഒരു തോന്നലുണ്ട്. പക്ഷെ അത്രയും പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് മൈ ഗോഡ്, അതുകൊണ്ട് പോവാൻ പറ്റില്ല ഈ അടുത്തൊന്നും. ഒരു 4-5 months കഴിഞ്ഞിട്ട് ഒന്ന് പോകണം എന്നുണ്ട്. അപ്പത്തിന് ഏകദേശം ഒരു വന്നിട്ട് ഒരു 10 മാസമൊക്കെ കഴിയും. ഇയർലി വൺസ് പോവാം എന്നുള്ള ഇതിലാണ് ഉള്ളത്. ലാബൊന്നും അങ്ങനെയാണ് മോസ്റ്റ്ലി പറ്റുള്ളൂ, ഇയർലി വൺസ് പോകാനേ പറ്റുള്ളൂ. സോ യെസ്, ഞാനിപ്പോ കട്ട് ചെയ്ത് എന്താ ഉഷാറ് പാക്കിംഗ് ആണ്. ഇത് പൊളിക്കൽ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടി കഴിച്ചാൽ അത്രയും സെലോ ടൈപ്പാ പൊടിച്ചിട്ടുണ്ടാവുക. കത്തിരി കൊണ്ടൊന്നും നിൽക്കുന്ന കത്തിലെന്തൊരു കത്തി എടുത്ത് മുറിച്ചോണ്ടിരിക്കാൻ ഞാൻ. ഇപ്പൊ ഞാൻ ലഞ്ച് ബ്രേക്കിന് വന്നതാണ് വീട്ടില്. ഞങ്ങൾ വീട്ടിൽ നിന്നാ ഫുഡ് കഴിക്കാറ്. അപ്പൊ 2 മണിയായി. 2 മണി വരെ എനിക്കൊരു സിന്തസിസ് വർക്ക് ഉണ്ടായി. അപ്പൊ സിന്തസിസിന് ഇട്ടിട്ട് ഞാൻ 2 മണിക്ക് കഴിക്കാൻ വന്നതാണ്. സോ ഇത് പൊളിച്ചിട്ട് കഴിച്ചിട്ട് വേഗം പോകണം. ഇത് വൈകുന്നേരം വരെ വെക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇങ്ങനെയൊക്കെ ഒരു ഇച്ചിരി പൊളിച്ച് വെട്ടി പൊളിക്കാൻ ചൂടുകൊണ്ട അവസ്ഥയാണ്. ഏകദേശം പൊളിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണണ്ടേ എന്റെ വീട്ടിൽ നിന്ന് എന്താ അയച്ചേന്ന്. നിങ്ങൾക്ക് കാണിക്കാതെ എന്ത് പരിപാടി, ഒരു പരിപാടിയില്ല ഇവിടെ. സോ എന്നെ പോലെ അബ്രോഡ് നിൽക്കുന്ന, കൊറിയ എന്നല്ല വേറെ എല്ലായിടത്തും നിൽക്കുന്നവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ. വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും വരുമ്പോ എന്റെ ഗായ്സ് അതിന്റെ സന്തോഷം നമുക്ക് പറഞ്ഞായിരിക്കാൻ വയ്യ. ഞാൻ തുറന്നു കിട്ടോ. ഞാൻ എനിക്ക് ഏറ്റവും ആഗ്രഹിച്ച് ഞാൻ അമ്മയുടെ ഒത്തിരി കാല് പിടിച്ചാൽ അയക്കണേ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. അതിനെ ഇങ്ങനെയാണ് അയച്ചേക്കണേ. നമുക്ക് ഇതെന്താന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. എന്തോ ഒന്ന് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ ഒരു പൊടി ഇതിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഇതിനെ സെല്ലോ ടാപ്പ് വെച്ച് ടൈറ്റായി റാപ്പ് ചെയ്ത് വിട്ടേക്കാണ്. ശരാ, ഇതിനെ കീറാണ്ട് ഈ സെല്ലോ ടാപ്പ് ഞാൻ എങ്ങനെ എടുക്കും? എന്തൊക്കെയോ മഷിട്ടായിട്ടുണ്ട്. ഫൈനലി എന്റെ ഡോളും എന്നെ പോലെ കൊറിയയിലെത്തി. അത് ചപ്പിളി പുപ്പിളി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനെ കുറച്ച് ക്യൂട്ടല്ലേ ഗൈസ്. അപ്പൊക്ക് എന്റെ അമ്മ ഒന്ന് വിളിച്ച് എന്തൊക്കെ ആയി എടുത്തോന്ന് പറഞ്ഞിട്ട്, അല്ല പൊളിച്ചോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഗൈസിന് കാണിച്ചു കൊടുക്കാണ് എല്ലാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിവിടെ കിട്ടത്തില്ല. സോ അതുകൊണ്ട് ലേസ്, ഓറഞ്ച് ലേസ്. സോ ഹാപ്പി
കുക്കർ. ഇതൊന്നും അത്ര നല്ലതല്ല കഴിക്കാനായിട്ട് എന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടൊന്നും കഴിക്കില്ല. കുറച്ചായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മുടെ അവിടുത്തെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ല. പിന്നെ ഭയങ്കര ഒരുമാതിരി സ്വീറ്റ് സോസ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. ഓ, ഇത് പൊട്ടിയിട്ടുണ്ടോ? ഇതാണ് ഗൈസ് കുറച്ച് പൊട്ടിയിട്ടുള്ളത്. വെരി ഗോൾഡ് ബിസ്ക്കറ്റ്. നമുക്ക് കുപ്പിയിലിട്ടേക്കാം. ദെൻ മാഗി. എല്ലാരും നിങ്ങൾ ആലോചിക്കും, കൊറിയയില് നൂഡിൽസിന്റെ നാടായ കൊറിയയില് വന്നിട്ട് ഞാൻ എന്തിനാണ് മാഗി, ഞാൻ കുറച്ച് ലൈറ്റ് കൂട്ടി വെച്ചതാണ്, എന്തിനാണ് ഈ മാഗി ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്? ബിക്കോസ് ഇവിടുത്തെ നൂഡിൽസിന്റെ ഒന്നും ടേസ്റ്റ് നോട്ട് ദ സെയിം. ഇവിടെ അവർക്ക് ഒരുപാട് വേറെ മസാല, വേറെ ടേസ്റ്റ് ആണ്. എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് അയക്കുന്ന സമയത്ത് കുറച്ചധികം അയപ്പിക്കാറാണ്. മിക്കവാറും ഇതൊരു കുറച്ചധികം പാക്കറ്റ്സ് ഉണ്ടാവും ഉള്ളില്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ കുറച്ചധികം പാക്കറ്റ്സ് ഉണ്ട്. അത് അല്ല, ലേസും കുർക്കുറയൊക്കെ കുറച്ചധികം പാക്കറ്റ്സ് ഉണ്ട്. കാരണം നമുക്കിപ്പോ 1-2 അയച്ചിട്ട് കാര്യമില്ലല്ലോ, കുറച്ചധികം ദിവസത്തേക്കുള്ളതല്ലേ. സോ അത് അത്യാവശ്യം അയച്ചിട്ടുണ്ട്. ഇനി ഓടുന്നില്ല. പിന്നെ പാഡുകളാണ്, വിസ്പർ അധികം തന്നെ അയച്ചിട്ടുണ്ട്. ഐ ഫീൽ ഹാപ്പി. ഇവിടത്തത് കുറച്ച് ഡിഫറെന്റാ, അതൊന്നും യൂസ്ഡ് ആയിട്ടില്ല. അപ്പൊ ഞാൻ അയക്കാൻ പറഞ്ഞതായിരുന്നു. സോ അത്യാവശ്യം നിറയെ തന്നെ അയച്ചിട്ടുണ്ട്. കുറച്ച് കാലത്തേക്കുള്ളതായി. Then, oh my god, cashew nut അയച്ചിട്ടുണ്ട്. എന്താ ഇതിനൊക്കെ ഭയങ്കര തണുപ്പ്. പിന്നെ എന്തൊക്കെയത്? What is this? ഏതോ ബിസ്ക്കറ്റ് നല്ലോണം പൊട്ടി കുറച്ച് പോയിട്ടുണ്ട്. ഇതെന്താന്ന് അറിയില്ല, ലാസ്റ്റ് തുറന്നു നോക്കാം. പിന്നെ യെസ്, വി ഹാവ് എ കുക്കർ. ഒരു കുക്കർ അയച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. സോ ദേ ഇവിടെ സൈഡിൽ മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇന്ത്യൻ പോസ്റ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ ഡാമേജ് ആവാതെ വരുന്നുണ്ടോന്ന്. അപ്പൊ നിങ്ങൾ കണ്ടില്ല, കുക്കറിന്റെ സൈഡ് മാത്രം ഇത്തിരി പൊട്ടിയിട്ടുണ്ട്. ബാക്കി പാക്കറ്റ്സുകളൊന്നും പൊട്ടിയിട്ടില്ല. ബിസ്ക്കറ്റിന്റെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും ആയിട്ടില്ല. ബാക്കി പാക്കറ്റ് ഒക്കെ നല്ല കണ്ടീഷനിലാണ് ഉള്ളത്. പിന്നെ 7 ഡേയ്സിൽ എനിക്ക് വന്നു, ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ക്യാഷ് ബാക്കി കൊറിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അത് ഓരോ കൺട്രിയിലേക്കും വ്യത്യാസമായിരിക്കും ക്യാഷ് വന്നിട്ട്. സോ അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എൻക്വയറി ചെയ്താൽ മതി. സോ ഇന്ത്യൻ പോസ്റ്റിൽ പോയിട്ട് എൻക്വയറി ചെയ്യുക, പാക്ക് ചെയ്യുക, അവർ അയച്ചോളും. പക്ഷെ ചില സാധനങ്ങൾ അയക്കാൻ പറ്റില്ല, നോക്കിയിട്ട് ചെയ്യുക. അയക്കാൻ പറ്റാത്ത സാധനങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കസ്റ്റംസിൽ അത് കുടുങ്ങി കിടക്കും, ചിലപ്പോൾ തിരിച്ചയക്കപ്പെടും. സോ സ്വന്തം റിസ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. സോ അയക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെ അയച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തുന്നുണ്ട്. എനിക്കൊക്കെ പെട്ടെന്ന് വരും. എനിക്കിത് ശരിക്കും ഇവിടെ ഫ്രൈഡേ എത്തിയതാണ്. സാറ്റർഡേ സൺഡേ പോസ്റ്റ് ഓഫീസ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഡെലിവറി ആയില്ല. ഡെലിവറി മൺഡേ ആയത്. ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി ഡോർ തുറന്നപ്പോൾ പുറത്തിരിക്കുന്നത് കണ്ടതാണ്. സോ യാ, I'm so happy sharing the happiness with you. I hope you all enjoyed my videos and see you in the next video. Bye bye. ഞാനിത് എവിടെയെങ്കിലും പൊട്ടിയണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയതാ. കുഴപ്പങ്ങളൊന്നും എനിക്കിപ്പോ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് കുക്കർ കൊണ്ടുവരാൻ പറഞ്ഞു വെച്ചാല് കറി ഉണ്ടാക്കാൻ. പക്ഷേ ഇത്ര ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ബട്ട് അത് കുഴപ്പമില്ല, പിടിക്കണതാകാം. അതിനിപ്പോ പൊട്ടിയാലും വലിയ സീനില്ല. ഇതുണ്ടല്ലോ പിടിക്കാൻ, സാധനം സൂപ്പർ ആയിട്ട് അയക്കുന്നത്. ഇത് മാത്രം ഒന്ന് പൊട്ടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, യൂസ് ഇല്ലല്ലോ. അപ്പൊ കറിക്ക് പച്ചക്കറി ഒക്കെ വേവിക്കാൻ ഒരു കുക്കർ വേണമായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന കുക്കർ ഞാൻ എപ്പോഴും റൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അതിൽ ചോറുണ്ടാവും. പിന്നെ അത് വേറെ പാത്രത്തേക്ക് മാറ്റി അത് കേട് വന്ന്. സോ അതിന് നല്ലത് ഒരു കുക്കറും കൂടി വേണമല്ലോ. എന്തായാലും നമ്മൾ ഫുൾ വീട്ടിൽ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണം. ഒരു കുക്കറും കൂടി ഇരിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് ഞാൻ കുക്കർ നോക്കിയപ്പോൾ കുക്കർ ഇസ് മോർ എക്സ്പെൻസീവ്. അപ്പൊ എന്തായാലും അയക്കല്ലേ, അപ്പൊ അതും കൂടി ചേർത്ത് അയച്ചോളാൻ പറഞ്ഞതാ. ഞാൻ കുറെ സ്നാക്സ് പറഞ്ഞത് കാരണം എനിക്ക് ഇവിടുത്തെ സ്നാക്സ് ഇങ്ങോട്ട്
ആർട്ട് ഫാന്റസി ഒരു പാക്കറ്റ് ഉണ്ട്. ചിപ്സ് ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഏലക്ക, കാണാൻ പറ്റുന്നുള്ളൂ, ഗ്രാമ്പു ആണ്, ഗ്രാമ്പു, കോക്കനട്ട് മിൽക്കിന്റെ പൗഡർ, തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതിനുള്ളത്, കോക്കനട്ട് മിൽക്ക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ബിരിയാണി റൈസ്. ഓ മൈ ഗോഡ്, മസ്റ്റ് നീഡ്. ഞാൻ കുറെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിന്. ജീരകശാല റൈസ്, ബിരിയാണി റൈസ്. പിന്നെ മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ. ഇത് എന്താണെന്ന് അറിയില്ല, മോസ്റ്റ്ലി അച്ചപ്പം ആവാനാണ് ചാൻസ്. തൊട്ട സ്നിക്കേഴ്സ് 2 പാക്കറ്റ് ഉണ്ട്, മിനി സ്നിക്കേഴ്സിന്റെ. ഞാൻ പറഞ്ഞത് അമ്മ സിൽക്കൊന്നും വേണ്ട, അത്ര വില ഉള്ളതൊന്നും കുറെ അയക്കണ്ട, ചെറിയ മുട്ടായി മതി. പക്ഷെ എനിക്ക് ഫ്രൂട്ട് നട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മിക്കവാറും അവിടെ മറ്റേ ഫ്രൂട്ട് നട്ട് കിട്ടാത്തപ്പം ഇത് അയച്ചതായിരിക്കും. സിൽക്ക് 3 എണ്ണം ഉണ്ട്. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. പിന്നെ ഇത് പെരുംജീരകം, പെരുംജീരകം. ബസ്മതി റൈസ്, ഇതും മോസ്റ്റ് വെയിറ്റഡ് ആണ്. ഇവിടെ ഭയങ്കര വിലയാണ്. 1 കിലോ ബസ്മതി റൈസിന് 600-700 രൂപ പറയണം. ഇതിനെത്രയാ? ഇതിന് 190 രൂപയുള്ളൂ നമ്മുടെ അവിടെ. എന്തൊരു വ്യത്യാസം നോക്കിയേ. ഇപ്പൊ ബസ്മതി റൈസ് എന്താ, ജീരകശാല 2 പാക്കറ്റ് അയച്ചിട്ടുണ്ട്. ഇത് വേറെ റോസ് ബ്രാൻഡിന്റെ ജീരകശാല. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 3 kg ഉണ്ട്. ഓ ഐ എം സോ ഹാപ്പി. ഞാൻ 2 അയക്കാൻ പറഞ്ഞത്, 3 അയച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൈദ. ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ, 2-3 തവണ ഉണ്ടാക്കി. ഞാൻ ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കിയത്. അത് ലൈക്ക് ഗോതമ്പ് പൊടിയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനൊരു കുട്ടി വീഡിയോ ഇടാം. സൂപ്പർ ആയിരുന്നു കേക്ക്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടുത്തെ ഫ്രണ്ട്സിന് കുറച്ച് കൊടുത്തായിരുന്നു. അപ്പൊ അവർക്ക് നല്ല ഗോതമ്പെന്ന് അറിയണേ ഇല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അത് നല്ല സൂപ്പർ കേക്ക് ആയിരുന്നു. പക്ഷേ ഗോതമ്പ് പൊടി ഇങ്ങനെ അധികം എടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് 2 മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെയും മൈദക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് കുറച്ച് മൈദ വാങ്ങിയിട്ടുണ്ട്. അയ്യോ, എനിക്കിരുന്ന് നടുവേദന എടുക്കുന്നു. ഇത് പീനട്ട് ബട്ടർ. ഞാനിങ്ങനെ ഒരുമാതിരി അങ്ങോട്ടും അല്ല എന്നുള്ള രീതിയിലാണ് കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നടുവേദന എടുത്ത് ഓക്കെ. കൊറേ അധികം സാധനമുണ്ട്. കായം 2 എണ്ണം ഉണ്ട്. ഞാൻ അച്ചാറ് അങ്ങനത്തെ എന്തൊക്കെയോ റെസിപ്പി നോക്കിയപ്പോൾ അതിൽ കണ്ടു. അതുകൊണ്ട് ഞാൻ അയക്കാൻ പറഞ്ഞു. പിന്നെ ഗീ. സോ ഈ സാധനങ്ങളൊക്കെ കൊറിയയിലേക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സംശയമുള്ളവർക്ക് അതൊക്കെ മാറിക്കോട്ടെ. ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അയക്കാൻ പറ്റും. ദെൻ ഉണക്കമുന്തിരി, ബിരിയാണിയിൽ വറുത്തിടാൻ വേണ്ടി ഉണക്കമുന്തിരി അയച്ചതാണ്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് വലിയ പാക്കറ്റിന് അയച്ചിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ്ലി എല്ലാത്തിനും യൂസ് ചെയ്യുമല്ലോ, അതുകൊണ്ട്. പിന്നെന്താ, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു പൗഡർ ആയിരുന്നു. ഉണക്കിയ ജിഞ്ചർ പൗഡർ, മ്യൂസ്ലി. പിന്നെ ഒരു ഓഡോനിൽ കൂടെ ഉണ്ട്. അത് കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതെന്താന്നറിയോ, ഇത് നമ്മള് ബിരിയാണിയിൽ ഇടുന്ന ഇലയില്ലേ, അതാണ്. അപ്പൊ വീടിന്റെ ബാക്കില് ഇതിന്റെ മരം ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ പൊട്ടിച്ചിട്ട് കവറിലാക്കി വെച്ചതാ. പിന്നെ വീണ്ടും കുരുമുളക് പൊടി ഒരു പാക്കറ്റും കൂടെ ഉണ്ട്. അതന്നെ, വീണ്ടും കുരുമുളക് പൊടി. പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ട്, ഒരു പാക്കറ്റും കൂടെ ഉണ്ട്. അത് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നല്ലോ. പിന്നെ ഇത് പൊങ്കലിനായിട്ട് എനിക്കും എന്റെ ഫ്രണ്ടിനും ഉള്ള ഡ്രസ്സും ഓർണമെന്റ്സും കാര്യങ്ങളുമാണ്. നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സോനാലി. അപ്പൊ ഞങ്ങൾക്ക് 2 സാരി, ബ്ലൗസ്, അങ്ങനെ എല്ലാതും ഇയറിംഗ്സ് എല്ലാം കൂടെ ഉള്ളതായിരിക്കും ഇത്. ഇത് ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല. പൊങ്കലിന്റെ വീഡിയോ വരും, അപ്പൊ കാണാം. ഞാൻ
കൊറിയയിൽ സാരി ഫസ്റ്റ് ടൈം ഉടുക്കാൻ പോവാണ്. പറ്റുവാണെങ്കിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാം. എനിക്ക് അറിയില്ല പറ്റുമോ ഇല്ല എന്നുള്ളത്. കാരണം ഞാൻ കുറച്ചൊരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കത് വീഡിയോ എടുക്കാൻ ക്യാപ്ചർ ചെയ്യാൻ അപ്പോൾ ഒരു ഇത് വരുമോ എന്നറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ അത് എന്തായാലും പോസ്റ്റ് ചെയ്യും. ഓൾസോ പൊങ്കൽ വീഡിയോ ഇസ് കമ്മിങ് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് സം പൊങ്കൽ റിലേറ്റഡ് ഫീസ്റ്റ് ആൻഡ് ഓൾ. സോ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. സോ ഇത് ഞാൻ അപ്പൊ കാണിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു മാഗി പാക്കറ്റും ഒരു കോക്കനട്ട് പൗഡർ പാക്കറ്റും കൂടി ഉണ്ട്. സോ അത്രേ ഉള്ളൂ. മൊത്തത്തില് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് അതേതായ സ്ഥലത്ത് എടുത്ത് വെക്കണം. അത് ഞാൻ ചെയ്യും. മോസ്റ്റ്ലി ഈവനിങ് വന്നിട്ടായിരിക്കും ചെയ്യുക. സോ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു മൈ പാരന്റ്സ്. ബിക്കോസ് എബ്രോഡ് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഗൈസ്, നമുക്ക് വീട്ടില് പോകാനും പറ്റില്ല. അപ്പൊ കുറച്ച് വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരുമാതിരി നല്ല ഹാപ്പി. എനിക്ക് കുറെ സ്നാക്സ്, ചോക്ലേറ്റ്സ്. എല്ലാവരും ചോദിക്കും ഇവിടെ ചോക്ലേറ്റ് ഇല്ല. ഇവിടെ ചോക്ലേറ്റ് കിട്ടും, പക്ഷെ ഡയറി മിൽക്ക് ഒന്നും കിട്ടില്ലല്ലോ. ഞാൻ ചെറുപ്പം തൊട്ടേ കഴിച്ചു വളർന്നത് അതല്ലേ. എനിക്കത് ലൈക്ക് ആ ക്രേവിങ്സ് വരും, അയ്യോ അത് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെയുള്ള. പക്ഷെ ഇപ്പൊ അതൊക്കെ കിട്ടുമ്പോ ലൈക്ക് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീൽ വരും. മോസ്റ്റ്ലി ഇത് ഞാൻ കുറെ ആയിട്ട് എന്റെ കയ്യിലുള്ള ഒരു അവക്കാഡോ ആണ്. സോ ഒന്നാമത് ഇവിടുത്തെ ലോൺലിനെസ്സിൽ ഇതിനെ വേണമെന്ന് തോന്നി. ഞാൻ ഇവിടെ വില നോക്കിയപ്പോ ഇങ്ങനത്തെ വലിയ പാവയ്ക്കൊക്കെ ഭയങ്കര വില ഗൈസ്. സോ നമുക്കത് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും അയക്കില്ല. ഇതിന് വെയിറ്റ് കുറവല്ലേ, എന്തായാലും അയക്കുമ്പോ ഇതിനും കൂടി അയക്കുമെന്ന് ചോദിച്ചതാണ്. സോ യെസ്, ഇതെന്റെ അനിയത്തിയുടെ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയില്ല, അവള് കണ്ടോ വരച്ച്. ഞാനൊന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും എന്റെ അവക്കാഡോന്റെ സൈഡിൽ ഇങ്ങനെ വരച്ച് അതിന്റെ ഇവിടെ കളറാക്കിയിട്ടുണ്ട്. അവൾ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പാ. പക്ഷെ കുഴപ്പമില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതിനൊരു അവസാനമോ ഒരു നിർത്തലോ ഇല്ലാണ്ടാണ് എന്തോ ഒരു നിർത്തലാണ് നിർത്തിയത്. അപ്പൊ ഞാനിപ്പം ഉറങ്ങാൻ പോണതിന്റെ മുന്നേ ഒരു അവസാനം എടുക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വന്ന പാർസലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യൻ പോസ്റ്റ് എത്രയും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അബ്രോഡ് പാർസൽസിന് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ. ആൻഡ് ദ ഫ്രൂട്ട് ഈസ് വാട്ട് ഇസ്, എല്ലാ ഫ്രൂട്ടും പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? ജാക്ക് ഫ്രൂട്ട്. ആൻഡ് ദ ഫ്രൂട്ട് ഇസ് ജാക്ക് ഫ്രൂട്ട്. സോ ഇത് എന്താണ് ഈ പെട്ടെന്ന് ഒരു ഫ്രൂട്ടിന്റെ പേരൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുന്നവര് എന്റെ ഷോർട്സിൽ ഗിവ് അവേ മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ബൈ.